നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങൾ. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിജു പിക്കുകുമാർ. നിങ്ങളെല്ലാവരും ഭൂമിയുടെ സ്വപ്നം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേദം എന്ന പാഠമാണ്. യൂസഫ് അലി കേച്ചേരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴയകാല സിനിമകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിങ്ങനെ സിനിമയുടെ ടൈറ്റിലുകളിൽ എഴുതി വരും. കാരണം അദ്ദേഹം ഒരു ഗാന രചയിതാവ് കൂടിയാണ്. നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? യൂസഫ് അലി കേച്ചേരി. തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്ത് 1934 യൂസഫ് അലി ജനിച്ചത്. അദ്ദേഹം ഒരു കവിയാണ്, അതോടൊപ്പം ഒരു ഗാന രചയിതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ 1000 നനവുള്ള മൗനം, 5 കന്യകകൾ, ഓർമ്മയ്ക്ക് താലോലിക്കാൻ, നാദബ്രഹ്മം, കേച്ചേരിപ്പുഴ എന്നിവയൊക്കെയാണ്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിലും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡുമൊക്കെ അതിൽ മികച്ചതായി നിൽക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവായ ശ്രീ യൂസഫ് അലി കേച്ചേരിയെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അതെ, ഒരു കുട്ടിയും കഴുകനും ചിത്രത്തിലുണ്ട് അല്ലേ? പ്രശസ്തനായ കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ഈ ചിത്രത്തിന് പ്രശസ്തമായ പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഈ ലോകം മുഴുവൻ അറിഞ്ഞത് കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. ഈ ചിത്രം എടുക്കുന്നതിന് പകരം ആ കുട്ടിയെ രക്ഷിച്ചില്ല എന്ന ലോകം മുഴുവനുള്ള കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. ഇത്തരത്തിൽ വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും കാഠിന്യം വിളിച്ചോതുന്ന ഒരു കവിത ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നമുക്ക് ആ പാഠഭാഗം പഠിക്കാം. ഞാൻ ചൊല്ലുന്നതിന്റെ കൂടെ നിങ്ങളും ഈണത്തിലും താളത്തിലും ഈ കവിത ചൊല്ലാൻ ശ്രമിക്കണം. നമുക്ക് കവിത ചൊല്ലാം. വേദം, യൂസഫ് അലി കേച്ചേരി. ഉമ്മ വിളമ്പിയ ചോറിന് മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. ചുറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുണ്ടൊരു ചോന്നുള്ളി ചമ്മന്തി, അത്രമാത്രം. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. വല്ലാതെയില്ല വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നു ഞാൻ നടിച്ചു. കവിത നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടോ? ഉമ്മ തന്റെ മകന് ചോറ് വിളമ്പുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഉമ്മ മകന് ചോറ് വിളമ്പുന്നു. പക്ഷേ മകന്റെ മുഖം കറുത്തിരിക്കുന്നതായി കവിതയിൽ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും മകന്റെ മുഖം കറുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. മകൻ മുഖം കറുപ്പിച്ചിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല, വിളമ്പുന്ന ചോറില് ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട യാതൊരു വിഭവങ്ങളും ചോറിന്റെ കൂടെ ഇല്ല എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിനുശേഷം എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്, പപ്പടം വട്ടത്തിലാണ് താനും. നമുക്ക് ഏവർക്കും അറിയാം പപ്പടം എങ്ങനെയാണ് ഇരിക്കുന്നത്, വട്ടത്തിലാണ് അല്ലേ? പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതല്ല. പപ്പടം വട്ടത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 നമ്മൾ എഴുതുന്നതും വട്ടത്തിലാണ് അല്ലേ? നമ്മൾ അതുകൊണ്ടാണ് വട്ടപൂജ്യം എന്ന് പറയുന്നത്. ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പപ്പടം വട്ടത്തിലാണ്, അതായത് വട്ടപൂജ്യമാണ്, പപ്പടം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് ആ മകന് ഇഷ്ടപ്പെട്ട യാതൊന്നും തന്നെ ഈ ചോറിന്റെ കൂടെ ഇല്ല. പപ്പടമില്ല, ഉപ്പേരിയില്ല, മീനില്ല, കറിയില്ല. അതുകൊണ്ടാണ് മകന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് ചോറിന്റെ കൂടെ ഉള്ളത്? അതും എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്. ചോറിന്റെ ഒരറ്റത്ത് ഒരു പൊട്ടുപോലെ ഇച്ചിരി ചുമന്ന ചമ്മന്തി,
ചുമന്നുള്ളി കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി മാത്രമേ കഴിക്കുവാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് മകന്റെ മുഖം കറുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇഷ്ടമുള്ള വിഭവങ്ങളൊന്നും ഈ ചോറിന്റെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ മകൻ അവന് ദേഷ്യം വന്ന് ശരീരം മുഴുവൻ വിറയ്ക്കുകയാണ്. നമ്മളും ഇങ്ങനെയാണല്ലേ, നമ്മുടെ അമ്മ നമുക്ക് രുചികരമായ പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരും. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വളരെ ഭംഗിയായി നിരസിച്ച് കളയും. അത് ഭക്ഷിക്കുവാൻ പോലും അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും നമ്മൾ ആരും തയ്യാറാവുകയില്ല. പാഠഭാഗം ഇതാണ് നമുക്ക് ഇന്ന് പങ്കുവെച്ച് തരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പക്ഷെ അടുത്ത ക്ലാസ്സിന് മുമ്പായി നിങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടതാണ്. ആ പ്രവർത്തനം ഇങ്ങനെയാണ്: ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സിനിമാ ഗാനങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരിക. കഴിയുന്നവരതൊന്ന് പാടി നോക്കുക കൂടി ചെയ്യുക. നിങ്ങളുടെ ദിവസം ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.